അയലത്തെ അമ്മയുടെ പശു പെറ്റതാണോ? അത് പ്രഭു, അത് പറയൂ മഹാമന്ത്രി. പ്രഭു ഒരു ക്ലൂ തരൂ മഹാമന്ത്രി. എന്ത് ക്ലൂ തരാനോ? വൃത്തികെട്ടവൻ. രാജാവാണെന്ന് വെച്ച് എന്ത് ചോദിക്കാം? തരില്ല, ഞാനെന്റെ ക്ലൂ തരില്ല പ്രഭു. തനിക്കുമില്ലേ അമ്മയും പെക്കപ്പാലും? അതല്ല, അരവിടെ എന്നെ വിളിച്ചു രാജാവേ, എന്റെ കയ്യിൽ തന്നെ എന്നെ വിളിച്ചു രാജാവേ, എന്റെ കയ്യിൽ തന്നെ മുക്കറിയുള്ളത് കാള അമർന്നതോ അതോ മാട് കരയുന്നതോ? തിരുമനസേ, അതാരും കരയുന്നതല്ല, അതൊരാൾ പാടുന്നതോ. പാടുന്നതോ? ആരാടാ പാടുന്നത്? അത് താങ്കൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ഒരു ഭാരതീയനാണോ? അതെ പ്രഭു, അതെ അതെ. താങ്കൾ ഉദ്ദേശിക്കുന്ന വ്യക്തി കടപ്പാട്, പുറപ്പാട്, പങ്കപ്പാട്, സാമൂതിരിപ്പാട്, നമ്പൂതിരിപ്പാട് മുതലായ പാട്ടുകളിൽ ഏതെങ്കിലും പാടോ പാടുന്നത്? അത് പ്രഭു, ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം യേശുദാസ്, എൻ.ജി. ശ്രീകുമാർ, എ.ആർ. റഹ്മാൻ, ജോണി മേനോൻ, ഇതിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്നാണ്. അങ്ങനെയൊക്കെ ചോദിച്ചാ ചത്തിരിക്കും, കുത്തിരിക്കും, മുദ്രക്കള്ളാസിൽ ചത്തിരിക്കും. ആൻസർ യെസ് ഓർ നോ? യെസ് യെസ് യെസ്. നോ നോ നോ. ഏതെങ്കിലും അത് പറയൂ. യെസ് ഓർ നോ? ഞാൻ കിടക്കുന്നു ചോദ്യത്തിലേക്ക്. അതുകൊണ്ടൊന്നും കാര്യമില്ല പ്രഭു. അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, പാട്ടുകാരൻ. എന്താണ് അയാളുടെ പേര്? ഓസി. ഓസി ഗിഫ്റ്റിനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. എന്തൊരു സ്വരം, എന്തൊരു രാഗം, എന്തൊരു താളം. എല്ലാരെ ബോധമില്ലായ്മ ജുറാസിക് പാർക്കിൽ നിന്നും വന്നതാണല്ലേ പറയും. മോനെ ഓസി, നീ നമുക്ക് വേണ്ടി ഒരു പാട്ടുകൂടി പാടണം. മോനെ ഓസി, നീ ഇത് പാടണ്ട. എടോ മഹാമന്ത്രി, നമുക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടും. എടോ ഓസി, താൻ കൂടെ പാടിയാൽ മതി. പ്രഭു, രോണപ്പാട്ട് മതിയോ? ആ മതി മതി, നാം ഒന്ന് ആസ്വദിക്കട്ടെ. ഇവന്റെ കൂട്ടി വെക്കൂ. നമ്മുടെ പുത്രൻ ജയകുമാറിന് ഇവനൊരു സമ്മാനമാകും. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ പ്രഭു? അതെ അതെ, ആകട്ടെ മന്ത്രിസഭ. നമ്മുടെ പുത്രൻ എങ്ങനെ പോകുന്നു? അങ്ങയുടെ മകനായതുകൊണ്ട് പറയല്ല, മുടി നീട്ടി വളർത്തി കാതിൽ കടുക്കന് വിട്ട് ഏകദേശം ഹാപ്പി ഹിപ്പി സ്റ്റൈലിൽ നടക്കുന്നതെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട്. എവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്? അത് ഗുരുകുല കോളേജിന്റെ പ്രിൻസിപ്പളായ കത്തനാരച്ചൻ പറഞ്ഞതാണ്. മഹാമന്ത്രി, നമ്മുടെ പുത്രൻ ഈ പോക്ക് പോയാൽ എവിടെ എത്തും? ഈ പോക്ക് പോയ ബ്ലോക്ക് ഇല്ലെങ്കിൽ ഫലൂട്ട് സ്റ്റാൻഡ് വരും. അതല്ല, നമ്മുടെ കാലശേഷം ഈ സിംഹാസനം ആരലങ്കരിക്കും? അങ്ങനെ ഡെക്കറേഷൻ പാർട്ടി ഏൽപ്പിച്ചാൽ മതി, ഭംഗിയായി ചെയ്തു വരത്തില്ലേ? മണ്ണൻ മഹാമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. വാളിന് മൂർച്ചയിലാണ്ട് വിലയിൽ തല്ലി കൊന്നേനെ. ആരെവിടെ? എന്നെ വിളിച്ചു രാജാവേ, എന്നെ വിളിച്ചു രാജാവേ, എന്റെ കയ്യിൽ തന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയിരിക്കുന്ന നമ്മുടെ മകനോട് അജലാവാൻ പറയൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാണിക്കാൻ എത്തിയിട്ടുണ്ട്. ചോക്ലേറ്റ്സ് അവതരിപ്പിക്കുന്നു കുടമുറ്റത്ത് കുത്തിയ കത്തണ. ചോക്ലേറ്റ്സിനൊപ്പം മനോരമ ക്ലാസ് വേണം. പോവില്ല, എന്നിൽ
അത് നമ്മുടെ കത്തനാരച്ചന്റെ സ്പോൺസേഴ്സ് അല്ലയോ? എന്താണ് ആകാപ്പിലെ ഉദ്ദേശം? പനച്ചിപ്പാറയിലെ 7 യക്ഷികളെ തുളയ്ക്കാനുള്ള യാത്രയായിരുന്നു. എന്നിട്ടത് സാധിച്ചു. 3 ഞാൻ തളച്ചു, 2 എന്നെ വല്ലാത്ത വലച്ചു, 1 ഞാൻ വലച്ച് പുറത്ത് കാവല് നിർത്തിയിട്ടുണ്ട്. തകർത്തെത്തുന്നതെത്തി. അച്ഛോ, ഒരു കാര്യം പറയാനുണ്ട്. എന്താണത്? ഈ ഷോപ്പിശായി ഇത്രയും വൈകിയ സ്ഥിതിക്ക് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വിഷമിച്ചിരിക്കുന്നത് ഇപ്പോൾ ആർക്കും പിന്നെ വേണ്ടല്ലോ, എല്ലാവർക്കും ടിവിയിലെ കത്തനാര മതിയല്ലോ. അങ്ങനെയൊന്നും കത്തനാരച്ചനെ കുറിച്ച് പറയരുത് വെച്ചോ. അങ്ങനെ വലിയവനാ. ഈ വടിയൊക്കെ ഉണ്ട്. വടി പാമ്പാകും. പാമ്പ് പോ. കത്തനാര് വടിയല്ലേ പാമ്പാക്കിയുള്ളൂ. നീ ഒരു ഫുള്ളുമായി മേടയിലേക്ക് വരൂ, ഞാൻ നമ്മുടെ കവിയാരെ പാമ്പാക്കി കാണിച്ചു തരാം. എന്താണ് ബ്രദർ? അങ്ങയുടെ സ്ഥാപനത്തിലാണ് എന്റെ കുഞ്ഞു മകൻ പഠിക്കുന്നു എന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതേ കാര്യത്തിൽ തന്നെ നാം അതീവ ദുഃഖിതനാണ്. എന്താണ് ഈ പറയുന്നത്? അവൻ കോളേജുകളിൽ കയറി ലൈൻ അടിക്കുന്നു, ബാറുകളിൽ കയറി ബിയർ അടിക്കുന്നു, സ്ട്രീറ്റുകളിൽ നിന്ന് കമന്റ് അടിക്കുന്നു. He has the stuff in him.